കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിയുടെ മരണത്തിന്റെ കാരണങ്ങൾ തേടി കേരള പോലീസും 2 SP-മാർ കർണാടക SIT-യുമായി ബന്ധപ്പെട്ടു. വ്യവസായവുമായി ബന്ധപ്പെട്ട നഷ്ടമോ വ്യക്തിപരമായ സമ്മർദ്ദമോ ബാഹ്യ പ്രേരണയോ ആത്മഹത്യ കാരണമായൊന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ അന്വേഷണം അവസാന ഘട്ടത്തിലാണെന്നും അന്വേഷണ വിവരങ്ങൾ നൽകണമെങ്കിൽ ഔദ്യോഗികമായി ആവശ്യപ്പെടണമെന്നുമാണ് കർണാടക SIT-യുടെ നിലപാട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഇത് കർണാടകയിൽ വെച്ചാണ് CJ റോയി ആത്മഹത്യ ചെയ്തത്. മറ്റന്വേഷണം കർണാടക പോലീസിന്റെ ഭാഗത്തു നിന്ന് വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. പിന്നെ ഏത് സാഹചര്യത്തിലാണ് കേരള പോലീസ് കേസിൽ ഇടപെടുന്നത്? ടോം, എന്തായാലും SIT-യുടെ അന്വേഷണം കേരളത്തിൽ നേരത്തെ വ്യാപിപ്പിച്ചിരുന്നു. ഈ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ MD അടക്കം ചോദ്യം ചെയ്തു. ഒപ്പം തന്നെ കേരളത്തിന്റെ അദ്ദേഹത്തിന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുമൊക്കെ വ്യക്തത തേടിയായിരുന്നു SIT-യുടെ അന്വേഷണം. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കേരള പോലീസും ഇതിന്റെ അന്വേഷണത്തിലേക്ക് ഒരു ഭാഗമാകാൻ കഴിയുമോ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടത്താൻ കഴിയുമോ എന്ന് SIT-യെ സമീപിച്ചത്. പക്ഷേ SIT ഉദ്യോഗസ്ഥർ പറഞ്ഞത് റോയിയുടെ ആത്മഹത്യയിലെ അന്വേഷണം അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. തൽക്കാലം ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും നൽകാൻ തയ്യാറല്ല. അല്ലെങ്കിൽ ഒഫീഷ്യലായി ഏതെങ്കിലും വിധത്തിൽ ഈ അന്വേഷണത്തിൻ്റെ രേഖകളോ അല്ലെങ്കിൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളോ പങ്കുവയ്ക്കണമെങ്കിൽ മാത്രം പങ്കുവയ്ക്കാം. അല്ലാതെ തൽക്കാലം ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാൻ കഴിയില്ല എന്നാണ് കേരളത്തിൽ നിന്നുള്ള 2 SP-മാരായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട SIT-യെ സമീപിച്ചത്. അവരോടായി SIT അത്തരത്തിലുള്ള മറുപടിയാണ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം മറ്റൊരു കാര്യം, ഈ CJ റോയിയുടെ ആത്മഹത്യയിലെ അന്വേഷണം അത് അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് CJ റോയി ആത്മഹത്യ ചെയ്തത് എന്നൊരു ഉത്തരം ഉടനെ തന്നെ SIT-യിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും IT ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമല്ല ഈ ഒരു മരണത്തിന് കാരണമെന്ന് കോൺഫിഡന്റ് ഗ്രൂപ്പ് തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കൂടി ഇനി കുടുംബപരമായിട്ടുള്ള പ്രശ്നമാണോ, അല്ല എന്നുണ്ടെങ്കിൽ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായി നേരിട്ട പ്രതിസന്ധിയാണോ റോയിയെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നതാണ് ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. എന്തായാലും SIT-യുടെ ഉത്തരം അതിന് ഉടനെ തന്നെ നമ്മൾ കാത്തിരിക്കുകയാണ്. അതിനിടയിലാണ് കേരള പോലീസും ഇതിൻ്റെ ഒരു അന്വേഷണത്തിലേക്ക് കടക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ കേരളത്തിലുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം CJ റോയി മലയാളിയാണ്. അദ്ദേഹത്തിന് കേരളത്തിൽ തന്നെ നിരവധി ബിസിനസ് ഇടപാടുകളുണ്ട്, സാമ്പത്തിക ഇടപാടുകളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അറിയാൻ കഴിയുമോ, അല്ലെങ്കിൽ ഈ മരണത്തിന് കാരണമാകുന്നതിൽ അതുമുണ്ടോ എന്ന്, കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയുമുണ്ടോ എന്നത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു കേരള പോലീസും ഇത്തരത്തിലൊരു ശ്രമം നടത്തിയത്. എന്തായാലും SIT കുടുംബമോ കോൺഫിഡന്റ് ഗ്രൂപ്പോ അതല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ ഈ CJ റോയിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള പോലീസിനെ സമീപിച്ചിട്ടുണ്ടോ, അതോ സ്വമേധയാ കേരള പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രാഥമിക വിവരങ്ങൾ തേടിയതാണോ? അതിൽ വ്യക്തത വന്നിട്ടില്ല. കുടുംബമോ അല്ലെങ്കിൽ കമ്പനിയോ കോൺഫിഡന്റ് ഗ്രൂപ്പോ ഇതിലൊരു കേരള പോലീസിന്റെ അന്വേഷണം വേണമെന്ന് ഇതുവരേക്കും പറഞ്ഞതായി കേട്ടിട്ടില്ല. കാരണം SIT-യുടെ അന്വേഷണത്തിൽ പൂർണ്ണമായും തൃപ്തരാണെന്ന് തന്നെയാണ് കുടുംബവും കോൺഫിഡന്റ് ഗ്രൂപ്പും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരള പോലീസിന് സ്വമേധയാണോ ഈ ഒരു അന്വേഷണത്തിലേക്ക് കടക്കാൻ ശ്രമിച്ചതെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രതികരണങ്ങൾക്കൊന്നും തയ്യാറായിട്ടില്ല. കോൺഫിഡന്റ് ഗ്രൂപ്പ് ആയിക്കോട്ടെ അന്നത്തെ പത്രസമ്മേളനത്തിന് ശേഷം ഇനി SIT-യുടെ അന്വേഷണത്തിനൊടുവിൽ ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പ്രതികരിക്കാമെന്നൊരു തീരുമാനത്തിലാണ് എത്തി നിൽക്കുന്നത്. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിയുടെ മരണത്തിന്റെ കാരണങ്ങൾ തേടി കേരള പോലീസും രംഗത്തിറങ്ങിയിരിക്കുന്നു. 2 SP-മാർ കർണാടക SIT-യുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാൽ അന്വേഷണം അവസാന ഘട്ടത്തിലാണെന്നും അന്വേഷണ വിവരങ്ങൾ നൽകണമെങ്കിൽ ഔദ്യോഗികമായി ആവശ്യപ്പെടണമെന്നുമാണ് കർണാടക SIT-യുടെ നിലപാട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.